ചേട്ടാ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പോരാത്തതിന് ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ഒരു തരംഗം ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്നും ഇന്ത്യ തരംഗമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അത് സത്യവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയോധ്യയിൽ ബി.ജെ.പിക്ക് കിട്ടിയ തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ ഇതാ ബദ്രീനാഥും ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ബദ്രീനാഥിൽ തിരിച്ചടി ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബാക്ക് ടു ബാക്ക് ബി.ജെ.പിക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത് നേതൃത്വം ശ്രദ്ധിക്കാത്തത്? രാഹുൽ ഗാന്ധിയുടെ ഒരു പവറാണോ ഇത്? ധനുഷ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞത് ഈ ബൈപോൾ ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഈ ഭരിക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടായിരിക്കും ഈ നിയമസഭകളിലൊക്കെ കൂടുതലും വിധിയെഴുത്തുകൾ ഉണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 4 സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 3 NDA ബി.ജെ.പി മുന്നണി ഭരിക്കുന്നത്. അത് 2 ബി.ജെ.പി ഡയറക്റ്റ് ഭരിക്കുന്ന സംസ്ഥാനവും ഉത്തരാഖണ്ഡും മധ്യപ്രദേശും. ബീഹാറിൽ അവരുടെ മുന്നണി നിതീഷ് കുമാർ ഭരിക്കുന്ന സംസ്ഥാനം. അങ്ങനെ 3 NDAയും 4 പക്ഷെ ഇവിടെ ബി.ജെ.പിക്ക് തന്നെ പ്രതീക്ഷയുള്ളത് 4 സീറ്റുകളായിരുന്നു. കാരണം ഹിമാചൽ പ്രദേശ് അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. മധ്യപ്രദേശിലെ സീറ്റുകൾ, ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന്, ഒപ്പം ബംഗാളിൽ ഒരു സീറ്റെങ്കിലും പ്രതീക്ഷ, അതായത് 4 to 5 നേടാവുന്ന സീറ്റുകളായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ പരാജയപ്പെട്ടു പോയി. ഇതിനകത്ത് പല കാരണങ്ങളുണ്ട് ബി.ജെ.പിയുടെ പരാജയത്തിന്. ഈ ഉത്തർപ്രദേശിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ നമ്മൾ അനവധി കാരണങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറുകണ്ഠം ചാടൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ബി.ജെ.പി എല്ലാ കാലത്തും നടത്തിക്കൊണ്ടുവരുന്നത്. അത് അത് പാഠം പഠിക്കാതെ മുൻപോട്ട് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് മഹാരാഷ്ട്രയ്ക്കുണ്ട്. അവിടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 7 പേരെ മറുകണ്ഠം ചാടിച്ച് കൊണ്ടുവന്നിട്ട് അവർ ജയിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ ഈ തോറ്റത്, ഇപ്പൊ ഈ ഇന്നലെ തോറ്റ ഇടങ്ങൾ നോക്കി ഉത്തരാഖണ്ഡിലെ തോൽവി അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം അവിടെ തോറ്റു എന്ന് പറയാൻ കഴിയില്ല, കാരണം അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. ഈ ബദ്രീനാഥില് കോൺഗ്രസിന്റെ സ്ഥിരം ജയിക്കുന്നത് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി എന്ന് പറഞ്ഞൊരു നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. അതിനു മുമ്പ് ജയിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ്. ഉത്തരാഖണ്ഡിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനില്ല, ഇൻചാർജാണ്. ആ ഇൻചാർജിനെയാണ് കഴിഞ്ഞ നമ്മുടെ തോൽപ്പിച്ചത്. അത് നിസ്സാര വോട്ടുകൾക്കായിരുന്നു. അതായത് 2000 അടുത്തുള്ള വോട്ടുകൾക്കായിരുന്നു ഈ പറയുന്ന രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി ഈ ബി.ജെ.പിയുടെ സംസ്ഥാന ഇൻചാർജിനെ തോൽപ്പിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ്, അതായത് 2024 ആയപ്പോഴേക്കും ഈ ഭണ്ഡാരി കോൺഗ്രസിന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി.ജെ.പി ചേർന്നു. ബി.ജെ.പി ചേർന്നത് അദ്ദേഹത്തെ തന്നെയാണ് വീണ്ടും അദ്ദേഹം രാജിവെച്ച സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കളത്തിലിറക്കിയത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ബദ്രീനാഥ് മണ്ഡലത്തിൽ, അത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. അവിടെ ബി.ജെ.പി ജയിച്ചിട്ടില്ല. കോൺഗ്രസ് തന്നെ കണ്ടിന്യൂസ് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഫൈറ്റ് ചെയ്ത് നിന്നൊരു ബി.ജെ.പിക്കാരുണ്ട്. ബി.ജെ.പിയുടെ നേതാക്കന്മാരും ബി.ജെ.പിയുടെ അണികളൊക്കെ ആ മണ്ഡലത്തിൽ കാലങ്ങളോളം ഫൈറ്റ് ചെയ്ത് നിന്നത് കോൺഗ്രസുമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നവരാണ് അണികളിൽ ഏറെ. ഒരു സുപ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ഈ തൊട്ട് 2 or 3 മാസം മുമ്പ് ഈ പറയുന്ന രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി രാജിവെക്കുന്നു, നേരെ വന്ന് ബി.ജെ.പി ചേരുന്നു. അവിടെ നിന്ന് തന്നെ എതിർത്തവരെ കൊണ്ട് തന്നെ തനിക്ക് വോട്ട് ചോദിപ്പിക്കുന്നു, ജയിക്കുന്നു. അത് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി ഇലക്ഷന് മത്സരിച്ചതിന്റെ ഉദ്ദേശം തന്നെ പുഷ്കർ സിംഗ് ധാമി മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ബി.ജെ.പി പ്രവർത്തകർക്കിടയിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അമർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ തവണ ഈ ഭണ്ഡാരി ജയിച്ചത് 2000 സംതിങ് വോട്ടിലാണെങ്കിൽ ഇത്തവണ അദ്ദേഹം തോറ്റത് 5000 സംതിങ് വോട്ടിനാണ്. അപ്പൊ അതിന്റെ ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ ഇത് കേട്ടതാണ്. കാരണം ഈ വലിയ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും മറ്റും നേതാക്കൾക്കും മറ്റും ഒക്കെ വലിയ സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായി അതിന്റെ അടിത്തട്ടിൽ കാലങ്ങളോളം പണിയെടുത്ത ആത്മാർത്ഥമുള്ള നേതാക്കന്മാർക്കും പ്രവർത്തകർക്ക് ഒരു വിഷമം വരും. അത് അതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ തിയറി എല്ലായിടവും വിലപ്പോവില്ല. കാരണം മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ ബി.ജെ.പി ജയിച്ച സീറ്റ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. ഹിമാചലിലാണ് പിന്നെ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരിടം. ഹിമാചൽ പക്ഷെ അവർക്ക് ഒരു സീറ്റ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ആ സീറ്റും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അപ്പം ബി.ജെ.പി ജയിച്ച 2 സീറ്റുകൾ രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. ഈ ബദ്രീനാഥ് ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ് ഒന്നുമല്ല. കാരണം ബി.ജെ.പിക്കാർക്ക് അത് വിഷമിക്കാൻ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് റീസൺ കാണാതെ പോകരുത് ബി.ജെ.പി. കാരണം നമുക്കറിയാം, നേരത്തെ ധനുഷ് ചോദിച്ചുകൊണ്ട് അയോധ്യയിൽ ഇവർക്ക് കാലിടറി. ലല്ലു സിംഗ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. ഈ ലല്ലു സിംഗ് എന്ന് പറയുന്നത് അതെ. 2014 വലിയ ഭൂരിപക്ഷത്തിന് ബി.ജെ.പിയുടെ ജയിച്ച MP ആണ്. 2019 വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MP ആണ്. പക്ഷെ 2024 എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം പരാജയപ്പെട്ടു. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബി.ജെ.പി എന്ന് പറഞ്ഞത് കൊണ്ടോ മോദിയുടെ പടം വെച്ചത് കൊണ്ടോ ഒന്നും ബി.ജെ.പിക്ക് ഇനി വോട്ട് കിട്ടില്ല. ഇത് നേരത്തെ തന്നെ RSS പറഞ്ഞിരുന്നതാണ്. 2014 തൊട്ടേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. മോദി മോദി എന്ന് ജപിച്ചിരുന്നാൽ വോട്ടാകില്ല, വർക്ക് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. പല MP മാരും, ഉത്തർപ്രദേശിലടക്കം തോറ്റ പല MP മാരും അവിടെ ഒരു ജനപ്രിയരൊന്നും ആയിരുന്നില്ല.
കാരണം ഉം, അത് ഇപ്രാവശ്യം BJP ഏതാണ്ട് അവരുടെ 40% സിറ്റിംഗ് MP മാർക്ക് സീറ്റ് തന്നെ നിഷേധിക്കാൻ എന്തായിരുന്നു കാരണം? കാരണം ഇവരുടെ ഉം, ഒന്നും പ്രവർത്തനം താഴെത്തട്ടിലില്ല. MP ആയിക്കഴിഞ്ഞിട്ട് പോവുക, ഉം, ഓൺലൈനിലുകളും മറ്റും ഫോട്ടോ ഇട്ട് ലൈക്ക് വാങ്ങുക, PR വർക്ക് ചെയ്യുക, ഇതിലൊന്നും ഈ ഗിമ്മിക്കിലൊന്നും ഇപ്പൊ ജനം വീടില്ല. അവർക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യം നടക്കണം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളമാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച് കയറാനുള്ള ഒരു പ്രധാന കാരണം വിസിബിൾ ആയിട്ട് അവരുടെ കണ്ണിന് കാണുന്ന ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ജയിച്ചു കയറിയത്. നേരെ മറിച്ച് അദ്ദേഹം ഉം, ഓൺലൈനുകളിലും ഇല്ലെങ്കിൽ കുറെ പ്രസംഗങ്ങളിലും ഒക്കെ കസറി കഴിഞ്ഞാൽ വോട്ട് ലഭിക്കില്ല. ചിലപ്പോൾ ഒരു തവണ ജയിച്ചു എന്നിരിക്കാം. ഉം, ഇത് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഉം, ഈ നോർത്ത് ഇന്ത്യയിൽ പല സീറ്റുകളുടെ അവസ്ഥ. ഈ പറയുന്ന ഉം, അയോധ്യയിലെ കേസ് അങ്ങനെയാണ്. അയോധ്യയിൽ അനവധി പ്രശ്നങ്ങളുണ്ട് പാർട്ടിക്കുള്ളിലുള്ള. കാരണം അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഈ തുടർഭരണം വന്നത്. ഈ തുടർഭരണം പാർട്ടികളെയും നേതാക്കന്മാരെയൊക്കെ ഒരുപാട് നശിപ്പിക്കുന്നില്ല, പിഴപ്പിക്കും. അതിന് ഉദാഹരണമാണ് കേരളത്തിലെ CPM. മറ്റൊന്ന് ഇപ്പൊ BJP ഏതാണ്ട് ആ വഴിക്കാണ് നീങ്ങുന്നത്. കാരണം അവരുടെ ഈ UP-യിൽ അവർ കണ്ടിന്യൂസ് ഭരിക്കുന്നു, കേന്ദ്രത്തിൽ അവർ കണ്ടിന്യൂസ് ഭരിക്കുന്നു. ഇത് ഉം, നേതാക്കന്മാരെ ഉം, വെറും അലസന്മാരും ഉന്മത്തന്മാരും ആക്കുന്നുണ്ട്. പല സ്ഥലത്തും അവിടുത്തെ ഉം, ഈ MP-മാരും MLA-മാരും പരസ്യമായിട്ടുള്ള അടിയാണ്, പരസ്യമായിട്ടുള്ള തെരുവ് യുദ്ധം പോലെ. കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഉം, മന്ത്രിയെ, അതായത് BJP-യുടെ മന്ത്രിയെ BJP-ക്കാർ തന്നെ തടയുന്ന ഒരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഉം, അനവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതായത് താഴെത്തട്ടുള്ള അണികളെയും താഴത്തെ നേതാക്കളെയും കേൾക്കാൻ മുതിർന്ന നേതാക്കൾ തയ്യാറാണ്. ഈ എല്ലാ നേതാക്കളും ജനങ്ങളെ കേൾക്കാനും തയ്യാറാണ്. അതാണ് ഇതിന്റെ ബേസിക് സാധനം. ഈ ബദ്രിനാഥിലേക്ക് വന്നത് BJP-യുടെ അല്ല എങ്കിൽ പോലും പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന മിടുക്കനായ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ച് കയറാവുന്ന എല്ലാ ചാൻസുകളും ഉണ്ടായിട്ട് തോറ്റു. ഈ വളരെ കൗതുകകരമായ ഉം, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ 2022-ല് BJP അവിടെ ഭരണത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് BJP വലിയ രീതിയിൽ തന്നെ അവിടെ ജയിച്ചു കയറി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഉം, തോറ്റത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്കർ സിംഗ് ധാമിയായിരുന്നു. അതായത് പുഷ്കർ സിംഗ് ധാമിയെ ഈ അണ്ണന്മാരെല്ലാം കൂടി ചേർന്ന് തോൽപ്പിച്ചു. പക്ഷെ BJP വലിയ ഭൂരിപക്ഷത്തിൽ കയറി. പക്ഷെ മോദിക്ക് ഉം, ധാമിയിൽ വലിയ വിശ്വാസം ഉള്ളതുകൊണ്ട് മോദിയെ തന്നെ അദ്ദേഹം തോറ്റിട്ടും ഉം, മുഖ്യമന്ത്രിയാക്കി മാറ്റുകയായിരുന്നു. എനിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. വളരെ പവർഫുൾ ആയ ഒരു മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹം വലിയ പ്രാസംഗികനോ ഇല്ലെങ്കിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ നല്ല ഒരു മുഖ്യമന്ത്രിയാണ്. ഈ നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാനെ പറഞ്ഞതുപോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ അതെ. ചെയ്യുന്നുണ്ട്, നല്ല ഐഡിയ ഉള്ള ഒരു മനുഷ്യൻ. പക്ഷെ പ്രസംഗിച്ചൊന്നും കയറാനോ കയ്യടി മേടിക്കാനോ ഉള്ള കപ്പാസിറ്റി എല്ലാവർക്കും എല്ലാ കഴിവും ഇല്ല എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പ്രവർത്തന മികവുകളുണ്ട്. ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ആയാലും ഒപ്പം ഈ പുഷ്കർ സിംഗ് ധാമിക്കും ഒക്കെ. അപ്പൊ ഈ BJP ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുറത്തു നിന്ന് ഉള്ള നേതാക്കന്മാർ വരുമ്പോൾ അത് അവര്, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു അവരുടെ BJP തന്നെ. അതായത് ഉം, കുറഞ്ഞ പക്ഷം 10 ആളെങ്കിലും ഉള്ള നേതാക്കളെ മാത്രമേ ഇനി BJP-യിലേക്ക് കൊണ്ടുവരാവൂ. അതായത് ഈ ആരുമില്ലാതെ ഉം, വെറുതെ ഗിമ്മിക്കൊണ്ട് നിൽക്കുന്ന ഒരാളെ പോലും കൊണ്ടുവരരുത്. കാരണം ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉം, ആണെങ്കിലും ഒരാൾ BJP-യിലേക്ക് വരുമ്പോൾ അയാൾക്ക് പിന്തുണ ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ഇത് നേരെ ഉം, ഇങ്ങോട്ട് മറുകണ്ഠം ചാടുന്നു. അയാളുടെ ഒരു അപ്രമാദിത്വം കൊണ്ടോ ഇല്ലെങ്കിൽ അയാൾ നേരത്തെ മുൻ MLA ആയിരുന്നു, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ട് ചാടുന്നത് വെച്ചാൽ വ്യക്തമായ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, അധികാരം തന്നെയാണ്. അല്ലാതെ ഉം, വെറുതെ ഈ പാർട്ടിയെ സ്നേഹിക്കാനും സേവിക്കാനും ഒന്നല്ല. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ പാർട്ടി ഒന്നും അല്ലാതിരുന്ന കാലത്തും പണിയെടുത്ത് കുറെ പേരുണ്ടാവും. അവര് ജയത്തിന് അരികിൽ നിൽക്കുമ്പോഴാണ് ഈ നേതാവിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കുന്നത്. ഈ ബദ്രിനാഥിൽ സംഭവിച്ചതാണ്. ഉം, ബദ്രിനാഥിന് ഇപ്പോഴത്തെ BJP-യുടെ ഇൻചാർജ്, അയാൾ കഴിഞ്ഞ തവണ തോറ്റത് ഏതാണ്ട് 2000 വോട്ടിനടുത്ത. അപ്പൊ അയാൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബദ്രിനാഥിൽ ജയിച്ചു കയറാൻ വേണ്ടി. അവിടെയാണ് തന്റെ ഉം, എതിരാളിയെ തന്നെ കൊണ്ടുവന്ന് പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അത് അണികൾക്കിടയിലൊക്കെ ഇതുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നേതാക്കന്മാർ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പാർട്ടി വളരണമെങ്കിൽ നേതാക്കന്മാർ വരണം. പക്ഷേ ഈ വരുന്ന നേതാക്കന്മാർക്ക് എന്തുമാത്രം ജനപിന്തുണ ഉണ്ടെന്നും കൂടെ അറിയുന്നത് നന്നായിരിക്കും. അല്ലാതെ ഈ വരുന്നവരെ മുഴുവൻ വാരിക്കോരി എടുക്കുകയും അവർക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെ കൊണ്ട് എന്ത് ഗുണം ഈ പാർട്ടിക്ക് എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ഇപ്പൊ സുരേഷ് ഗോപി BJP-യിലേക്ക് ഉം, വന്നത് സംസ്ഥാന BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയൊക്കെ കണക്കൊരു, എല്ലാവരും സുരേഷ് ഗോപി അല്ല, പക്ഷെ എങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം അവരവരുടെ നാട്ടിലെങ്കിലും 10 പേര് പിന്തുണയ്ക്ക് വേണ്ടേ? അതായത് ഒരു ഉം, എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടേ? അങ്ങനെയുള്ളവർ വന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതാണ് ഇപ്പൊ ഈ പിന്നെ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിക്ക് സംഭവിച്ചതും ആ കാര്യം തന്നെ. കാരണം ഇക്കാലം അത്രയും അവിടുത്തെ BJP പ്രവർത്തകരും നേതാക്കന്മാർ ഈ ഭണ്ഡാരിക്കെതിരെ പ്രവർത്തിക്കുകയും ഭണ്ഡാരിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. 3 മാസം മുമ്പ് ഭണ്ഡാരി BJP വരുന്നത് സ്ഥാനാർത്ഥിയാകും. 8 നില പൊട്ടിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം ഉം, അതിനകത്ത്. അയോധ്യയിലെ ഉം, കേസ് എന്ന് പറഞ്ഞാൽ ആ MP-യെ മാറ്റണമെന്ന് RSS തന്നെ പറഞ്ഞതായിട്ടാണ് വിവരങ്ങൾ. അതായത് അവിടുത്തെ ഈ ലല്ലു ഉം, സിംഗിനെ മാറ്റണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ പോരാ, അദ്ദേഹം അവിടുത്തെ ചില ഉം, സമുദായങ്ങളുമായിട്ട് ഒക്കെ ഉള്ള വലിയ അകൽച്ചയിലാണ്, ഹിന്ദു സമുദായങ്ങൾ ചില മതങ്ങളുമായിട്ടൊക്കെ അകൽച്ചയിലാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അവിടെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ 2022 ഈ അയോധ്യ പോയിരുന്നതാണ്. അവിടെ കുറെ ഇഷ്യൂസുകൾ സ്വാഭാവികമായിട്ടുണ്ട്. കാരണം അവിടുത്തെ കച്ചവടക്കാരുണ്ട്, ആ സൈഡിലുമൊക്കെ കിടക്കുന്ന ഒരുപാട് കച്ചവടക്കാർ, അനുബന്ധ തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വികസനം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഇടിച്ചു നിരത്തപ്പെടും.
ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ അതിന്റെ ഇടിച്ചു നിരത്തപ്പെടുന്നതിന്റെ എല്ലാ പ്രക്രിയയും ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അന്ന് ഈ കച്ചവടക്കാർ പറഞ്ഞൊരു ഉം, കാര്യമുണ്ട്. ഞങ്ങള് ഇവിടെ ഒരു കച്ചവടം വഴിമുട്ടുന്നു. പക്ഷെ കച്ചവടം വഴിമുട്ടുന്നതല്ല അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ കച്ചവടക്കാർ മുഴുവൻ ഈ അയോധ്യക്കാരോ യു പിക്കാരോ അല്ല. ഇവർ ഈ പല സംസ്ഥാനങ്ങളിൽ വന്നിട്ട് വാടകയ്ക്ക് റെന്റിന് ഈ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് കച്ചവടം നടത്തി വന്ന 30 വർഷം ഉം, 35 വർഷമായിട്ടൊക്കെ കച്ചവടം നടത്തുന്നവരാണ്. സ്വാഭാവികമായി ഉം, അവിടുത്തെ ഈ വോട്ടേഴ്സ് കാർഡും ഒക്കെ ആയി അവിടുത്തെ സ്ഥിര താമസമാക്കിയവരാണ്. ഇതിനകത്ത് രണ്ട് മനസ്സുള്ളവർ, അതായത് ഒന്ന് ഈ കച്ചവടക്കാർ കംപ്ലീറ്റ് പുതിയ കെട്ടിടം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ ഒഴിവാക്കപ്പെടും. കാരണം ഈ കെട്ടിടം കൊടുത്ത ഉടമയ്ക്ക്, ഞങ്ങൾ ഉടമയോട് പോയി സംസാരിച്ചായിരുന്നു, ഈ കെട്ടിടം ഒന്നും ഇവരുടെ അല്ല, ഉം, ഇവരെല്ലാം വാടക, തുച്ഛമായ വാടക. കെട്ടിട ഉടമ പറയുന്നത് ഇവന്മാരും വാടക തരാതായിട്ട് വർഷങ്ങളായി, എങ്ങനെങ്കിലും ഇത് ഒഴിഞ്ഞ് ഇവന്മാരെ പോയിരുന്നെങ്കിൽ ഈ സർക്കാർ ഞങ്ങൾക്ക് ആ ബിൽഡിങ്ങിന്റെ പൈസ തരുമെന്ന്. അപ്പം സർക്കാർ ഉം, പറഞ്ഞിരുന്ന കാര്യം വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക, ഇപ്പൊ വാരണാസിയിലൊക്കെ ചെയ്തതുപോലെ ഈ കടക്കാരെ ഉം, പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് എല്ലാവരും ഒന്നും ഉം, പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പ്രക്രിയ ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു പ്രതിഷേധം അയോധ്യയിൽ 2022 ഇലക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു, നിയമസഭാ ഇലക്ഷൻ. പക്ഷെ ഉം, അത് ഉം, പ്രതിഫലിച്ചിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിഫലിച്ചില്ല ആ സാധനം. അപ്പം പക്ഷെ ഉം, ഇപ്പോൾ അതിന്റെ ഒരു ഇത്, അതോട് കൂടാതെ തന്നെ ഏതാണ്ട് ഒരു 60,000-ഓളം ആളുകളുള്ള ഒരു മഠമുണ്ട് അവിടെ, ഒരു ഹൈന്ദവ മഠം. ഉം, അവർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് വീണ്ടും ഈ ലല്ലു സിംഗിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. ലല്ലു സിംഗ് ഏതാണ്ട് ഒരു ഉം, വലിയ മാർജിനിൽ തന്നെ പൊട്ടി 8 നില പൊട്ടുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അവർക്ക് ടെ കാര്യം കൂടി, കാരണം ഈ സാധാരണപ്പെട്ട പ്രവർത്തകരും അണികളുമാണ് വോട്ട് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടത്. അതുകൂടെ മനസ്സിലാക്കി പോകാത്തത് കൊണ്ടാണ് പരാജയം. എന്തായാലും ബദ്രീനാഥ് അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല എന്ന് അവർക്ക് ആശ്വസിക്കാമെങ്കിലും അവരുടെ ഭരണത്തിന് കീഴിൽ ഉം. നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നത് വലിയ കാര്യം തന്നെയാണ്. ഹിമാചൽ പ്രദേശ് അവർക്ക് ചുരുക്കം സ്ട്രോങ് ഹോൾഡ് പറഞ്ഞാൽ ഏരിയയാണ്. പക്ഷേ എങ്കിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിളക്കങ്ങൾ തന്നെയാണ് BJP-യെ തോൽപ്പിക്കുന്നത് എന്നാണ് ബിജുചേട്ടൻ പറഞ്ഞു വയ്ക്കുന്നത്. പടലപ്പിണക്കം മാത്രമല്ല ഈ സംഭവം, ഉം, നമ്മൾ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ വലുതാകും തോറും ഈ നദിയാണെങ്കിൽ ഈ വീതി കൂടും തോറും ആഴം കുറയും അതിന്റെ, എന്ന് പറയുന്നത് പോലെ ഈ BJP എന്ന് പറയുന്ന പാർട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ഒരുപാട് പേര് ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ഉം, വരുന്നത്, പഴയ ആഴം കുറയും. ആഴം കുറയുകയെന്ന് വെച്ചാൽ ഈ പ്രവർത്തകരുമായിട്ട് നേതാക്കന്മാർക്കുള്ള ബന്ധമില്ല. നമുക്ക് കേരളത്തിൽ തന്നെ ഉം, അറിയാം, വലിയ ആഴമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ നേതാക്കന്മാർ ആരാണെന്ന് പോലും പലർക്കും അറിയില്ല. ഇപ്പൊ പലരും BJP-ക്ക് വോട്ട് ചെയ്യുന്നവർ കാണും നമ്മുടെ പഞ്ചായത്തിലും വാർഡിലും ഒക്കെ. അവിടെ ആരാണ് നിങ്ങളുടെ ഉം, മുനിസിപ്പാലിറ്റിയുടെ അതിലും പഞ്ചായത്തിന്റെ BJP പ്രസിഡന്റ് വെച്ചാൽ അറിയില്ല. കാരണം ഇവർക്ക് ബന്ധമില്ല. കാരണം ഉം, ഇപ്പൊ CPM കേരളത്തിൽ അനുഭവിക്കുന്ന ഇതേ വിഷയമാണ്. കാരണം അവരുടെ ഉം, ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഒക്കെ പണ്ട് ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഈ പ്രവർത്തകരും അനുഭാവികളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത് നഷ്ടപ്പെട്ടു. BJP കേരളത്തിൽ പിന്നെ ഉം. നമ്മൾ നോക്കണ്ട. ഈ കേരളത്തിന്റെ അവസ്ഥയാണ് UP പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും BJP-ക്ക് എങ്കിൽ പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള ബന്ധങ്ങൾ, അതായത് 2014 ഇവർ ഒറ്റക്കെട്ടായിട്ട്, സംഘപരിവാർ ഒറ്റക്കെട്ടായിട്ട് പോവുകയും ഗൃഹസമ്പർക്കം നടക്കുകയും എല്ലാ അനുഭാവികളെ പ്രവർത്തകരെ ഫോണിലെങ്കിലും വിളിച്ച് ബന്ധപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിടത്ത് നിന്ന് ഉം. എല്ലാവരും നേതാക്കന്മാരായി, എല്ലാവരും മോദിമാരായി, എല്ലാവരും മുതലാളിമാരായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നു. ഇവിടെ CPM-ന് സംഭവിക്കുന്ന അതേ കാര്യം തന്നെ. ഈ തുടർഭരണം വന്നു, ചെറിയ ചെറിയ നേതാക്കന്മാരൊക്കെ, ലോക്കലിലുള്ള നേതാക്കന്മാരൊക്കെ വലിയ നില, മീൻസ് വലിയ ഒരു ഇതിലാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഗമയിലാണ് നടക്കുന്നത്. താഴെത്തുള്ളത് അത് സ്വാഭാവികമായിട്ട് അമർഷം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിലാണ് പ്രതിഫലിക്കുന്നത്. സ്വാഭാവികമാണ്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ലക്നൌവില് രാവിലെ 11 മണിക്ക് BJP-യുടെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. UP-യിലെ എങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു ഉം, എന്ന് നടത്താം. അതിൽ ഉം, രണ്ടുമൂന്ന് UP-യിലെ പിന്നെ നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ തോൽവിയുടെ ഉം. കാരണം ഇതാണ്. എനിക്ക് തോന്നുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP-ക്ക് കിട്ടുന്ന ഒരു ഇതായി. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം, ഇനിയിപ്പം UP വീണ്ടും ഒരു 10 നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉം. മഹാരാഷ്ട്ര വരുന്നുണ്ട്. 3-4 സംസ്ഥാനങ്ങൾ വരുന്നു. ഇപ്പോഴേ ഹാർഡ് വർക്ക് അതെ, ചെയ്യും, അതെ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ BJP-ക്ക് നഷ്ടപ്പെടുകയാണ് എങ്കിൽ അതൊരു കനത്ത തിരിച്ചടിയായി തന്നെ വിലയിരുത്തേണ്ടി വരും. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജയിക്കേണ്ട സീറ്റുകൾ പോലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തമ്മിലടിച്ചും തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല സ്ഥലങ്ങളിൽ നിന്നും അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് ചാടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ തന്നെ BJP-ക്ക് പാരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബിജുചേട്ടൻ പറഞ്ഞതുപോലത്തെ ഒരു വിഷയം ഞാൻ നേരത്തെ തന്നെ ചിന്തിച്ചതാണ്. അതായത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഉദാഹരണം വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതായത് ഒരു നദിക്ക് വീതി കൂടുന്തോറും അതിന് ആഴം കുറയും എന്നുള്ള കാര്യത്തിൽ. കാരണം BJP-യുടെ ആദർശവും RSS-ന്റെ ആദർശവും ഒക്കെ പേര് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു വർക്കിംഗ് പാറ്റേണിന്റെ അത്രയധികം ഗ്രാവിറ്റി ഇവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ വരണമെന്നില്ല. അത് അണികളിലടക്കം അമർഷം ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള വിഷമതകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ജയിക്കാവുന്ന സീറ്റുകൾ വരെ ഈസി ആയിട്ട് തോൽക്കാനായിട്ട് ഇപ്പൊ BJP-ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് തിരിച്ചു വരാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയും 100% സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടിയും
ഇപ്പോഴും BJP തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മഹാരാഷ്ട്രയിലും ആ ഉള്ളുകളികളും കാര്യങ്ങളും ഒക്കെ നോക്കി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിനൊന്നും നിലം തൊടാൻ സാധിക്കാത്ത രീതിയിൽ BJPക്ക് ജയിച്ചു കയറാം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടാ നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.